ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ 65 ആണ്. റെസ്റ്റോറൻറ്റിൽ നിന്നും വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്കിത് വളരെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എല്ലോടുകൂടിയ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് ഒരു മസാല തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത്, അതേ അളവിൽ തന്നെ 1/4 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ തൈരാണ്. അപ്പോൾ ഒരുപാട് പുളിയില്ലാത്ത തൈര് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര്, 1 ടീസ്പൂൺ ഓയിൽ, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ചേർത്ത് കൊടുക്കുമ്പോൾ വെള്ളം നന്നായിട്ടൊന്ന് കളഞ്ഞിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ മസാല ഒരുപാടങ്ങ് ലൂസായി പോവും. അപ്പോൾ അതുകൊണ്ടാണ്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ മസാല എല്ലാം ചിക്കനിൽ നന്നായിട്ടൊന്ന് പിടിക്കത്തക്ക വിധത്തിൽ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. എന്നാലാണ് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഒരു സോസ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/4 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, പിന്നെ 1 ടീസ്പൂൺ നാരങ്ങ നീര്, 2 ടേബിൾ സ്പൂൺ വെള്ളം, പിന്നെ ഒരല്പം റെഡ് കളർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ കളർ ചേർത്ത് കൊടുക്കണമെന്നൊരു നിർബന്ധമില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഫോട്ടോയ്ക്കൊരു ഭംഗിക്ക് വേണ്ടി ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ചിക്കൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് ഏകദേശം ഒരു 3 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2-3 ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു മുട്ടയുടെ പകുതിയാണ്. അത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ എടുക്കരുത് കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് 2 തവണയായിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. ഒരു വശം ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് കിട്ടണ വിധത്തിൽ വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് തിരിച്ച് മറിച്ചു ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം.
അതിനുശേഷം അതേ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ചിക്കൻ വറുത്തെടുത്ത ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ എരിവിനനുസരിച്ച് 2 or 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ തീ ലോ ഫ്ലെയിമിൽ വെച്ചേക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച സോസ് ഉണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഒഴിച്ചു കൊടുത്ത സോസൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തക്ക വിധത്തിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ 65 ആണ് കേട്ടോ ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.